പാണ്ഡുപുത്രനായ യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രർ ഹസ്തിനപുരത്തിലെ യുവരാജാവായി വാഴിച്ചു. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ധർമ്മരാജപുത്രനായ യുധിഷ്ഠിരൻ ആ സ്ഥാനത്തിന് താൻ എന്തുകൊണ്ടും യോഗ്യനെന്ന് തെളിയിക്കുകയും ചെയ്തു. ധർമ്മപുത്രരെന്നറിയപ്പെടുന്ന യുധിഷ്ഠിര രാജാവ് തൻ്റെ സഹോദരനായ അർജുനനെ ചെറിയ തോതിലൊരു ദിഗ്വിജയം നടത്തിവരാൻ സന്നാഹങ്ങളോടുകൂടി നിയോഗിച്ചു. ജ്യേഷ്ഠന്റെ അഭീഷ്ടപ്രകാരം ദിഗ്വിജയത്തിന് ഇറങ്ങിത്തിരിച്ച അർജുനൻ ഒട്ടനവധി രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ധാരാളം ധനവും കീർത്തിയും നേടി മടങ്ങിയെത്തി. ഗുരുജനങ്ങളും ബന്ധുജനങ്ങളുമെന്നല്ല ഹസ്തിനപുരിയിലെ പൗരാവലിയും പാണ്ഡുപുത്രന്മാരെ മുക്തകണ്ഠം പ്രശംസിച്ചു. പാണ്ഡവന്മാരുടെ വിജയത്തിലും ജനങ്ങളുടെ പ്രശംസയിലും ധൃതരാഷ്ട്രർക്ക് സന്തോഷമല്ല, മറിച്ച് വർദ്ധിച്ച ദുഃഖമാണുണ്ടായത്. പാണ്ഡവർ 5 പേരോട് താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റവരായ തൻ്റെ മക്കൾ ആരുമല്ല എന്ന തോന്നലാണ് ആ ദുഃഖത്തിന് അടിസ്ഥാനം. മനസ്സിനെ വല്ലാതെ അലട്ടിയ ഈ പ്രശ്നം ധൃതരാഷ്ട്രരുടെ ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തി. ഭീഷ്മരും വിതുരരും കൊട്ടാരവാസികളിൽ ഏറിയ കൂറും പാണ്ഡവ പക്ഷത്താണ്. അവർ പാണ്ഡവ പക്ഷപാതികളാകയാൽ തന്നെ അലട്ടുന്ന പ്രശ്നം അവതരിപ്പിക്കാനോ അതിന് പരിഹാരം കണ്ടെത്താനോ ആചാര്യന്മാരോടോ ഭൂരിപക്ഷം മന്ത്രിമാരോടോ ആവശ്യപ്പെടാൻ നിവൃത്തിയുമില്ല. തൻ്റെ വിശ്വസ്തനും കുടില ബുദ്ധിയുമായ മന്ത്രി കണികനെ വരുത്തി സൽക്കരിച്ച ധൃതരാഷ്ട്രർ തന്നെ അലട്ടുന്ന പ്രശ്നം അയാളെ അറിയിച്ചു. അതിനുള്ള പരിഹാരമാർഗം എന്തെന്നും അന്വേഷിച്ചു. രാജാവേ, സ്വന്തം പിതാവാണെങ്കിലും പുത്രനാണെങ്കിലും ഗുരുവാണെങ്കിലും ശത്രു തന്നെയാണ്. ശത്രുവിനെ വേരോടെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് ഒറ്റ പോംവഴി. അതിനാൽ അങ്ങയുടെ ആസ്ഥാനത്തുള്ള ദയയും ദാക്ഷിണ്യവും മാറ്റിവെച്ച് പാണ്ഡവരെ ഉന്മൂലനാശം ചെയ്യുക. കണികന്റെ ഉപദേശം കേട്ട ധൃതരാഷ്ട്രർ അത് ശരിവെച്ചുകൊണ്ട് മറ്റു വഴികളെക്കുറിച്ച് ചിന്തിച്ചു.